29ാമത്തെ മേളകർത്താരാഗമായ ധീരശങ്കരാഭരണത്തിൻ്റെ ജന്യമാണ് ബേഗഡരാഗം. ആരോഹണം സഗരി ഗമ പദ പസ സനീദ പമഗരേ സ. ഷഡ്ജപഞ്ചമസ്വരങ്ങൾക്ക് പുറമെ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം, കാകളി നിഷാദം എന്നിവ ഈ രാഗത്തിൽ വരുന്ന സ്വരങ്ങളാണ്. വക്രഷാഡവ സമ്പൂർണ്ണ രാഗം. വക്രം എന്ന് വെച്ചാൽ ക്രമമായിട്ട് പോകുന്നതിൽ നിന്നും വ്യതിചലിച്ച്, അതായത് സരിഗ എന്ന് ക്രമമായിട്ട് പോകുന്നതിൽ ഷഡ്ജത്തിൽ നിന്ന് ഗാന്ധാരത്തിൽ പോയതിനു ശേഷം ഋഷഭത്തിൽ വരുന്നതിനാണ് വക്രം എന്ന് പറയുന്നത്. സഗരിഗ ആയതിനാൽ വക്രഷാഡവ സമ്പൂർണ്ണ രാഗമാണ്. ഉപാംഗരാഗമാണ്. ഇതിലെ മധ്യമം, നിഷാദം എന്നിവ പ്രത്യേക രീതിയിലാണ് പ്രയോഗിക്കുന്നത്. അതായത് ബേഗഡ മധ്യമം അല്ലെങ്കിൽ ബേഗഡ നിഷാദം എന്നാണ് ഇവ അറിയപ്പെടുന്നത്. മാഗരേസ ആ മധ്യമം പ്രതിമധ്യമം വരെ പോകുന്നില്ല. ശുദ്ധമധ്യമത്തിൽ നിന്നും പഞ്ചമത്തിനും ശുദ്ധമധ്യമത്തിനും ഇടയിലായിട്ടാണ് ഈ പ്രയോഗം. സഗരി ഗമ പദ പസ സനീദ പമഗരേ സ. ആ നിഷാദം അതുപോലെ കാകളി നിഷാദം പൂർണ്ണമായിട്ടും പ്രയോഗിക്കുന്നില്ല. സനീദ പമഗരേ സ കാകളി നിഷാദത്തിൽ നിന്നും കൈശികി നിഷാദത്തിലോട്ട് വരുന്നു. ഇതിനിടയ്ക്കുള്ള പ്രയോഗമാണ് ഈ രാഗത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ആയതിനാൽ ഈ നിഷാദവും മധ്യമത്തിൻ്റെയും പ്രയോഗത്തിനെ ബേഗഡ മധ്യമ പ്രയോഗം അല്ലെങ്കിൽ ബേഗഡ നിഷാദ പ്രയോഗം എന്നാണ് പറയപ്പെടുന്നത്. ഈ രാഗത്തിൻ്റെ സ്വരൂപം വ്യക്തവും ഹൃദ്യവുമാക്കുന്നതിൽ ഈ സ്വരങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത്തരം സ്വരങ്ങൾ ഗുരുവിൽ നിന്ന് നേരിട്ട് കേട്ടു തന്നെ പഠിക്കേണ്ടതാണ്. ഇതൊരു രക്തിരാഗമാണ്. മാ അതായത് മധ്യമം, ദൈവതം, നിഷാദം എന്നിവ ഈ രാഗത്തിലെ രാഗഛായ സ്വരങ്ങളാണ്. പട്ടണം സുബ്രഹ്മണ്യയ്യർ എന്ന വാഗ്ഗേയകാരൻ ഈ രാഗത്തെ ആലപിക്കുന്നതിൽ പ്രസിദ്ധനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ബേഗഡ സുബ്രഹ്മണ്യയ്യർ എന്ന് വിളിച്ചിരുന്നു. എപ്പോഴും പാടാവുന്ന രാഗം, എന്നാൽ മധ്യാഹ്നത്തിന് ശേഷമുള്ള സമയമാണ് ഏറ്റവും യോജിച്ച കാലം. ഈ രാഗത്തിലെ രസങ്ങൾ എന്തെല്ലാം നോക്കാം. ഹാസ്യരസം ഉണ്ടാവുന്നുണ്ട് ഈ രാഗത്തിന്. ശൃംഗാരരസം, അദ്ഭുതരസം, ഭക്തിരസം, വീരരസം, ഗംഭീരരസം മുതലായവ ഈ രാഗത്തിൽ വരുന്ന രസങ്ങളാണ്. തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ബേഗഡ രാഗം ഇന്നും നാഗസ്വരത്തിൽ വായിക്കുന്നുണ്ട്. ഈ രാഗത്തിൽ ധാരാളം കൃതികൾ വാഗ്ഗേയകാരന്മാർ രചിച്ചിട്ടുണ്ട്. ത്യാഗരാജസ്വാമികൾ നാദോപാസന എന്ന കൃതി, സുന്ദരി നന്നിന്ദരിലോ എന്ന കൃതി അത് വന്ന് ത്രിപുരസുന്ദരി ദേവിയെ സ്തുതിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ്. മുത്തുസ്വാമി ദീക്ഷിതർ വല്ലഭനായകസ്യ എന്ന് വിനായകനെ സ്തുതിച്ചുകൊണ്ട് രചിച്ചിട്ടുണ്ട്. ത്യാഗരാജായ നമസ്തേ, അതുപോലെ ശ്യാമശാസ്ത്രി കാമാക്ഷി എന്നാരംഭിക്കുന്ന കീർത്തനം, ദയാനിധി എന്ന വർണ്ണവും രചിച്ചിട്ടുണ്ട്. പട്ടണ സുബ്രഹ്മണ്യർ ഈ രാഗത്തിൽ അഭിമാനമെന്നടു എന്ന കൃതിയും വാമുരുക വാ എന്ന കൃതി സ്പെൻസർ വേണുഗോപാൽ എന്ന വാഗ്ഗേയകാരനും രചിച്ചിട്ടുണ്ട്. കലയാമി എന്ന കീർത്തനം മഹാരാജ സ്വാതിരുനാൾ കൽപ്പിച്ചുണ്ടാക്കിയതാണ്. വിശാലാക്ഷി നായകൻ എന്ന കൃതി പാപനാശൻ ശിവൻ രചിച്ചിട്ടുണ്ട്. രാഗം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ അതിന് വർണ്ണങ്ങൾ എന്ന അർത്ഥവുമുണ്ട്. ബേഗഡ എന്നുള്ള രാഗം ആ വർണ്ണം പൂർണ്ണമായിട്ടുള്ള ഒരു രാഗമാണ്. ത്യാഗരാജസ്വാമികൾ ഈ വർണ്ണത്തെ ഉൾക്കൊണ്ട് നാദോപാസന എന്ന കൃതി രചിക്കുകയുണ്ടായി. ഇത് വന്ന് നാദത്തിനെ ഉപാസിക്കുവാൻ വളരെ സൗകര്യപ്രദമായ ഒരു രാഗമാണ് ബേഗഡ. ബേഗഡ രാഗത്തിൻ്റെ സഞ്ചാരം വയലിനിൽ കേൾക്കാം.